യുദ്ധം തകർത്തെറിഞ്ഞ പലസ്തീൻ ജനതയെ കാത്തിരിക്കുന്നത് കടുത്ത ദാരിദ്ര്യവും കൊടും പട്ടിണിയുമെന്ന് ഐക്യരാഷ്ട്രസഭ. യുദ്ധത്തെ തുടർന്ന് പാർപ്പിടവും ജോലിയും നഷ്ടപ്പെട്ട 23 ലക്ഷത്തോളം പലസ്തീനികൾ കൊടിയ ദാരിദ്ര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഭക്ഷണത്തിന്റെ സപ്ലൈ നിലച്ചതോടെ പലരും കാലിത്തീറ്റയും കാട്ടുചെടികളും ആഹാരമാക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പട്ടിണിയിലൂടെ ഹമാസിനെ മുട്ടുകുത്തിക്കാനുള്ള ഇസ്രായേലിന്റെ യുദ്ധതന്ത്രമാണ് ഇതെന്നും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇസ്രായേൽ ഗാസയിൽ തുറന്ന യുദ്ധം നടത്തുന്നതിന് മുമ്പ് ദിവസവും 500ഓളം ലോറികളാണ് പലസ്തീനിലേക്ക് ഭക്ഷണവും കൊണ്ടുവന്നിരുന്നത്. എന്നാൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഈ ലോറികളിൽ പലതിനെയും ഇസ്രായേൽ ചെക്ക് പോസ്റ്റുകളിൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. 100ഓളം ലോറികൾ മാത്രമേ ഇപ്പോൾ ഗാസയിലേക്ക് ഭക്ഷണവും മരുന്നുമായി എത്തുന്നുള്ളൂ. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ അത്യാവശ്യ സൗകര്യങ്ങൾ പോലും ലഭ്യമാകുന്നില്ല. അതിർത്തി നഗരമായ റഫയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഉള്ളത്, ഏതാണ്ട് 13 ലക്ഷത്തോളം. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ്. കൂടുതൽ അഭയാർത്ഥികൾ ദിവസവും ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വടക്കൻ ഗാസയിൽ ഭക്ഷണയോഗ്യമായ പുല്ലും കാട്ടുചെടികളും ശേഖരിച്ച് ആഹാരമാക്കുന്നവരും ധാരാളമുണ്ട്. ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഇവർ കാട്ടുപൊന്തകളിൽ ആഹാരത്തിനുള്ള വക തിരയുന്നത്. 5 വയസ്സിന് താഴെയുള്ള ഗാസയിലെ കുട്ടികളെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ഗാസയിലേക്കുള്ള ഭക്ഷണത്തിന്റെ സപ്ലൈ തടഞ്ഞു വയ്ക്കുന്നതിലൂടെ ഇസ്രായേൽ വിശപ്പിനെ ആയുധമാക്കി മാറ്റുകയാണെന്ന് ഐക്യരാഷ്ട്രസഭ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹമാസുമായുള്ള തുറന്ന യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയടക്കം ഗവൺമെന്റിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ പലസ്തീനിലേക്ക് വെള്ളവും ഭക്ഷണവും അവശ്യ വസ്തുക്കളും തടഞ്ഞു വയ്ക്കുന്നതിനെ കുറിച്ച് പരാമർശിച്ചിരുന്നു. പലസ്തീനിലേക്ക് പുറത്തുനിന്നെത്തുന്ന സഹായങ്ങളെല്ലാം ഹമാസിലേക്കാണ് എത്തിച്ചേരുന്നതെന്ന് പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ ആരോപിച്ചിരുന്നു. പൊതുജനങ്ങളെ പട്ടിണിക്കിടുന്നത് യുദ്ധക്കുറ്റമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ആരോപിച്ചിരുന്നു. എന്നാൽ ഗാസയിലേക്ക് സഹായവുമായി ലോറികൾ എത്തണമെങ്കിൽ വെടിനിർത്തൽ ഉണ്ടായേ തീരൂ. മധ്യസ്ഥ രാജ്യങ്ങളുടെ അനുനയത്തിനും ഹമാസിന്റെ ഉപാധികൾക്കും വഴങ്ങാതെ നിൽക്കുകയാണ് നെതന്യാഹു. ഹമാസിന്മേൽ സമ്പൂർണ്ണ വിജയം നേടിയിട്ടേ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട്. ഹമാസും രണ്ടും കൽപ്പിച്ചു തന്നെയാണ്. വെടിനിർത്തലിനുള്ള സാധ്യതയൊന്നും ഇതുവരെയും ഇല്ല. അതുകൊണ്ട് തന്നെ മിസൈലുകളിൽ നിന്നും ബോംബുകളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന അഭയാർത്ഥികളെ ക്യാമ്പുകളിൽ കാത്തിരിക്കുന്നത് കൊടും പട്ടിണി തന്നെയായിരിക്കും.